കോഴിക്കോട് കോവൂർ MLA റോഡിൽ ഒരാൾ അഴുക്കുചാലിൽ വീണു. കോവൂർ സ്വദേശി ശശിയെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് പോലീസും ഫയർഫോഴ്സും നൽകുന്ന വിവരങ്ങൾ? രാഹുൽ, ഉന്മേഷ്, ശശിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുകയാണ്. ഈ തെരച്ചിൽ അല്പം ദുഷ്കരമാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 3 കിലോമീറ്റർ ദൂരം ഈ ഓടയിലൂടെ നടന്ന് പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 മണിക്കൂർ ഈ പരിശോധന നീണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എവിടെയും അദ്ദേഹത്തെ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലോ അല്ലാതെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ലേശം ആശങ്കയോടുകൂടി തന്നെ പറഞ്ഞു വെക്കാനുള്ളത്. ഇപ്പോൾ ഈ ഓട നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ആദ്യം ഓടയ്ക്ക് വീതി കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്പം മുന്നോട്ട് പോകുമ്പോൾ ഈ ഓടയ്ക്ക് വീതി കൂടുതലും അതോടൊപ്പം ആഴം കൂടുതലും ആണെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തെ കോവൂർ സ്വദേശിയായിട്ടുള്ള ശശിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. രാത്രി 8 മണിയോടുകൂടിയായിരുന്നു കോവൂർ MLA റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന ശശി ഈ ഓടയിലേക്ക് മറിഞ്ഞു വീഴുന്നത്. അതിനുശേഷം ആദ്യം നാട്ടുകാരാണ് സംഭവം കണ്ടത്. നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിലും മെഡിക്കൽ കോളേജ് പോലീസിലും സംഭവം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായുള്ള ഒരു പരിശോധന ആരംഭിച്ചത്. ആ പരിശോധനയാണ് ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഭാഗവും ഉയർന്ന ഭാഗങ്ങളാണ്. അപ്പോൾ 2 ഇടങ്ങളിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കോവൂരിലെ നമ്മളിപ്പോൾ സംഭവ സ്ഥലത്തുള്ള ഇപ്പോൾ ഉള്ള MLA റോഡിലേക്കാണ്. അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ ഓടയുടെ വീതിയും ആഴവും കൂടുതലാകുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇദ്ദേഹം രക്ഷപ്പെട്ട് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംശയം ഫയർഫോഴ്സിനും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓടയിലെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടാണ് ഫയർഫോഴ്സ് ജീവനക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ബീച്ച് ഫയർഫോഴ്സ് ഈ സംഭവ സ്ഥലത്തെത്തുകയും മെഡിക്കൽ കോളേജ് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും അങ്ങനെ സംയുക്തമായുള്ളൊരു പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ആദ്യ സമയത്ത് ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 6 മണിക്ക് ശേഷം ഉണ്ടായ കനത്ത മഴ 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം തേടാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.